കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ മക്കളെ സ്കൂൾക്ക് ആർട്സിന് പോയതാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഈ തുള്ളി കളിച്ച് പോണത് എങ്ങോട്ടാ അറിയോ? അവിടെ അടുത്തുള്ള കടയിലേക്കാണ്. ആ കടയിൽ പോയിട്ട് അവൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഓട്ടോ കയറി. ഇനി ഞാൻ പോകുന്നത് എൻ്റെ അമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. എൻ്റെ അമ്മാൻ്റെ വീട് ഏകദേശം ഇവരെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ ഉമ്മ ഇവിടെയാണ് കുറച്ച് ദിവസമായിട്ട്. പപ്പാക്ക് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ എങ്ങാണ്ടോ പറഞ്ഞിരുന്നു, പപ്പാക്ക് കാലിന് ബൈക്കിൽ നിന്ന് വീണിട്ട് ചെറുതായിട്ടൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയെന്ന്. അപ്പോൾ പപ്പാനെ നോക്കാൻ വേണ്ടിയിട്ട് ഉമ്മ ഇവിടെ നിൽക്കലാണ്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. പപ്പാനെ അന്നാ ഹോസ്പിറ്റലിൽ പോയിട്ട് കണ്ടതായിരുന്നു, പിന്നെ കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ പപ്പാനെയും കാണാൻ കൂട്ടത്തിൽ ഉമ്മാനെയും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ദിവസമായി. ഉമ്മ അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇപ്പോൾ വീട്ടിലേക്ക് പോവലില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോന്നു. ഞാനിവിടെ എത്തിയ സമയത്ത് തന്നെ ഇവർ പപ്പാനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അവിടെ സിറ്റൗട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വരുന്നത് ഇവരോട് ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് ഇവർക്ക് ഗസ്റ്റ് ഉണ്ട് എന്നുള്ളത്. എൻ്റെ അനിയത്തിയും ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. ഇത് ഞങ്ങൾ പഴയ വീടാണ്. കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സമയം ഓലപ്പം ഫുഡൊക്കെ ഉണ്ടാക്കാൻ കൂടി കൊടുത്തിട്ട് പിന്നെ ഞാൻ സിറ്റൗട്ടിൽ കുട്ടികളെ നോക്കിയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ സിറ്റൗട്ടിൽ ഇങ്ങനെ വന്നിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഗസ്റ്റൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഞാൻ എൻ്റെ അനിയത്തിൻ്റെ കൂടെയാണ് തിരിച്ചു പോകുന്നത്.